أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير وأشهد أن محمدا عبده ورسوله الأب الرحيم رحمة للعالمين والمعلم الكريم والمربي ذو الخلق العظيم بالمؤمنين رؤوف رحيم وصلى الله وسلم على النبي الأمين وعلى آله الطيبين الطاهرين وصحابته الغد الميامين ومن سار على نهجهم إلى يوم الدين أما بعد. ഏറെ ബഹുമാനം നിറഞ്ഞ സീറ പഠിതാക്കളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ ഫദ്ല് കൊണ്ട് നമ്മൾ സീറ പഠനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന്, ആ സീറയിൽ നിന്ന് എന്തെങ്കിലും ഒരു പാഠം, പ്രത്യേകം പരാമർശിക്കപ്പെട്ടതാകട്ടെ അല്ലാത്തതാകട്ടെ, ഒരുപാട് പാഠങ്ങൾ ആ ജീവിതത്തിനുള്ളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വായിച്ചെടുക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കുമ്പോൾ അത് പിൻപറ്റുക എന്നതല്ലാതെ ആ ചരിത്രം വെറുതെ മനഃപ്പാഠമാക്കിയത് കൊണ്ടോ ആ ചരിത്രം ഒരുപാട് വായിച്ചതുകൊണ്ടോ ഫലമില്ലല്ലോ. അതിനൊക്കെ പിന്നിലുള്ള ലക്ഷ്യം ആ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പകർത്തുക, ആ മാതൃക സ്വീകരിക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആലു ഇമ്രാനിലൂടെ അത് നമ്മളെ പഠിപ്പിച്ചത് നമ്മൾ ഈ സീറ പരമ്പരയുടെ തുടക്കത്തിൽ ഒന്നാമത്തെ ക്ലാസ്സിൽ തന്നെ വിശദീകരിച്ചതുമാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും. അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടെങ്കിൽ, അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞതുകൊണ്ടായില്ല, അല്ലെങ്കിൽ ആ ഇഷ്ടത്തെക്കുറിച്ച്, ദീനിനെക്കുറിച്ച് വെറുതെ വായിച്ചു പഠിച്ചതുകൊണ്ടായില്ല. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്. പ്രവാചകരെ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഫത്തബിഊനി, അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനം എന്നെ പിൻപറ്റുക എന്നതാണ്. റസൂലിനോട് അള്ളാഹു പറയുകയാണ്. അങ്ങനെയാണെങ്കിലാണ് അതിനുള്ള മറുപടിയാണ്, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്താൽ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്, അത് ശരിയായ വണ്ണം ആ ഇഷ്ടം പ്രകടിപ്പിക്കേണ്ടത് റസൂലിനെ പിൻപറ്റിക്കൊണ്ടാണ്. അങ്ങനെയൊക്കെ ചെയ്താലാണ് അതിന് ബാക്കിയുള്ള മറുപടി, ആയത്തിൻ്റെ ബാക്കി ഭാഗം യുഹ്ബിബുക്കുമുല്ലാഹ്, എങ്കിലാണ് അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുകയും വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങൾക്ക് പാപങ്ങൾ പുറത്തു തരികയും ചെയ്യുക. അപ്പോൾ ആ ജീവിതം നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തണം എന്ന പാഠം എല്ലാ ദിവസവും ആവർത്തിക്കുന്നത് പോലെ ഒന്നുകൂടി ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശവും നിലപാടുകളും ആ സുന്നത്തുമൊക്കെ ജീവിതത്തിൽ പിന്തുടരാൻ, പരമാവധി പ്രാവർത്തികമാക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിപ്പോൾ ഹിജ്റയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം രണ്ടായി വിഭജിക്കുന്നത് ഹിജ്റ എന്ന വലിയ സംഭവം നടുക്ക് നിർത്തിക്കൊണ്ടാണ്. ഹിജ്റയ്ക്ക് മുൻപ് മക്ക കാലഘട്ടം, ഹിജ്റയ്ക്ക് ശേഷം മദീന കാലഘട്ടം. അത് ഏതുവരെ എന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ പോലും ആ നിലക്കാണ് നമ്മൾ വിഭജിച്ച് മനസ്സിലാക്കുന്നത്. മക്കിയായ സൂറത്തുകളും വിശുദ്ധ ഖുർആനിലുണ്ട്, മദനിയായ സൂറത്തുകളും വിശുദ്ധ ഖുർആനിലുണ്ട് എന്ന് നമുക്കറിയാം. മക്കയിൽ അവതരിച്ച സൂറത്തുകൾക്ക് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്, മദീനയിൽ അവതരിച്ച സൂറത്തുകൾക്ക് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. പക്ഷെ അതിനെയും തരംതിരിക്കുന്നത് ഏത് സ്ഥലത്ത് അവതരിച്ചു എന്നതിനെ പരിഗണിച്ചുകൊണ്ടല്ല, മറിച്ച് ഹിജ്റയ്ക്ക് മുൻപ് അവതരിച്ചതൊക്കെ മക്കി സൂറത്തുകൾ, ഹിജ്റയ്ക്ക് ശേഷം അവതരിച്ചതൊക്കെ മദനി സൂറത്തുകൾ. ഹിജ്റയ്ക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ പോയി കുറേ കാലം താമസിച്ചു. പിന്നീട് ഹജ്ജ് നിർവഹിക്കാൻ മക്കയിൽ വന്നിട്ടുണ്ട്. ആ ഹജ്ജത്തുൽ വദായിൽ വെച്ചാണ് അൽയൗമ അക്മൽതു ലക്കും എന്ന് തുടങ്ങിയ ആയത്തുകളൊക്കെ അവതരിച്ചത്. ആ ആയത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അത് മദനിയായിട്ടാണ് എണ്ണുക. കാരണം ഹിജ്റയ്ക്ക് ശേഷമുള്ളതൊക്കെ മദനിയാണ്, സ്ഥലം പരിഗണിച്ചിട്ടല്ല. ഹിജ്റയ്ക്ക് മുമ്പുള്ളതൊക്കെ മക്കിയാണ്. അപ്പോൾ ഹിജ്റ എന്നത് റസൂലിൻ്റെ ജീവിതത്തെ വിഭജിക്കുന്നു, വിശുദ്ധ ഖുർആനിലെ സൂറത്തുകളെയും വിഭജിച്ച് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നു. അതിൻ്റെ തുടക്കത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഹിജ്റ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്നിറങ്ങി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെയും കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി സൗർ ഗുഹയിലേക്ക്
മക്കയിൽ നിന്ന് യമനിൻ്റെ ഭാഗത്തേക്ക് അഥവാ മദീനയുടെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നത്. കാരണം പ്രവാചകനെ തങ്ങളുടെ കയ്യിൽ നിന്ന് പ്രവാചകൻ വഴുതിപ്പോയി എന്നറിഞ്ഞാൽ ഖുറൈശികൾ ആദ്യം അന്വേഷിക്കുക മദീനയിലേക്കുള്ള വഴിയായിരിക്കും. അപ്പോൾ നേരെ മദീനയിലേക്ക് പോകാനുള്ള വഴി തിരഞ്ഞെടുക്കുന്നതിന് പകരം രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോകുന്നത് മദീനയിലേക്കുള്ള വഴി വടക്കോട്ടാണെങ്കിൽ അതിന് നേരെ വിപരീത ദിശയിൽ തെക്കോട്ട് യമനിലേക്കുള്ള ഭാഗത്തേക്കാണ് യാത്ര ചെയ്തത്. അവിടെയാണ് സൗർ ഗുഹ ഉള്ളത്. സൗർ ഗുഹയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം പ്രവേശിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെ സൗർ ഗുഹയിൽ അവർ ഒളിച്ച് താമസം തുടങ്ങി. ഈ ഒരു സംഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഏറ്റവും വലിയൊരു പാഠം, റസൂലിൻ്റെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നൊരു സന്ദേശം, എല്ലാ കാര്യത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്നതാണ്. എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം നിർത്തിയത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകേണ്ടത് എപ്പോഴാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു. ജിബ്രീൽ അലൈഹി ഇസ്ലാമിലൂടെ വളരെ കൃത്യമായ പ്ലാൻ അവിടെയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാസങ്ങൾക്ക് മുമ്പേ 2 ഒട്ടകങ്ങളെ പ്രത്യേകം തീറ്റ കൊടുത്ത് വളർത്തുന്ന ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ആ ബുദ്ധി, ആ പ്ലാൻ, അതും നമ്മൾ അറിഞ്ഞതാണ്. അതിനുശേഷം അബ്ദുല്ലാഹിബിൻ ഉറൈഖിത്ത് എന്ന് പറയുന്ന അന്ന് മുസ്ലിം അല്ലാത്ത മനുഷ്യനെ വഴികാട്ടിയായി അവർ സ്വീകരിച്ചു. ആ മനുഷ്യനെ ഈ 2 ഒട്ടകങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് 3 ദിവസത്തിന് ശേഷം സൗർ ഗുഹയിൽ എത്തണം. അത് പ്ലാനാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി വഴി തിരഞ്ഞെടുക്കുന്നിടത്തും ആളുകളെ തിരഞ്ഞെടുക്കുന്നിടത്തും ഒക്കെ വളരെ ചിട്ടയായി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് വളരെ ബുദ്ധിപരമായിട്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നത്. അതൊരു മുഅ്മിനുണ്ടായിരിക്കേണ്ട ഒരു ഗുണം കൂടിയാണ്. എല്ലാ വിഷയത്തിലും പ്ലാനുകൾ ഉണ്ടാക്കുകയും അത് കൃത്യമായി നടപ്പാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക എന്നത്. വെറുതെ ഓരോ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് പകരം അതിന് കൃത്യമായി പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും അള്ളാഹുൽ തവക്കുലാക്കുകയും പൂർണ്ണമായി അള്ളാഹുൽ പിന്നീടുള്ള കാര്യങ്ങൾ ഭരമേൽപ്പിച്ച് മുന്നോട്ട് നീങ്ങുകയും ചെയ്താൽ അവിടെ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും എന്നത് നമുക്ക് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് ഖണ്ഡിതമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ച ഹദീസിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ ആയിഷ റളിയല്ലാഹു അൻഹയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞെങ്കിലും റസൂലിനോടൊപ്പം ആയിഷ റളിയല്ലാഹു അൻഹ താമസിക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ സാധാരണ വരാത്ത സമയത്ത് രാവിലെയോ വൈകുന്നേരമോ വന്നിരുന്ന റസൂൽ ഒരു ഉച്ച സമയത്ത് മൂടിപ്പുതച്ച് ഒരു ധൃതിയോടുകൂടി നടന്നു വരുന്ന ആ സംഭവമൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഉദ്ധരിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പിന്നീട് ഈ സംഭവങ്ങൾ മൊത്തം ഈ ഒരു ഹിജ്റയുടെ ഈ ആദ്യഘട്ടത്തിലുള്ള ഈ സംഭവങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൻ്റെ ശേഷിക്കുന്ന ഭാഗം നമുക്ക് സുദീർഘമായ ഹദീസായിട്ട് തന്നെ സ്വഹീഹായ രൂപത്തിൽ ഉദ്ധരിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ സൗർ ഗുഹയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും അന്ന് രാത്രി മുതൽ അവിടെ ഒരു താൽക്കാലിക ഇടം എന്ന നിലയ്ക്ക് ഒളിച്ച് താമസിക്കാൻ ആരംഭിച്ചു. അവിടെ ആ സൗർ ഗുഹയിൽ അവരെ സഹായിക്കാനുണ്ടായിരുന്നത് ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹിബ്നു അബീബക്കർ. അബ്ദുല്ലാഹിബ്നു അബീബക്കർ റളിയല്ലാഹു അൻഹു അന്ന് വളരെ ചെറുപ്പമാണ്. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എല്ലാ ദിവസവും ജനങ്ങളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞ് മക്കയിൽ നിന്ന് അദ്ദേഹം എല്ലാ വിവരങ്ങളും രാവിലെ അദ്ദേഹം ശേഖരിക്കും. മക്കക്കാർ പ്രവാചകനെ കുറിച്ച് എന്ത് പറയുന്നു, ഈ 3 ദിവസം സൗർ ഗുഹയിൽ താമസിക്കുന്ന ദിവസങ്ങളിൽ ചെറുപ്പക്കാരനാണ്, വളരെ ഉന്മേഷവാനായ ആരോഗ്യമുള്ള വ്യക്തിയായിരുന്നു എന്ന് അദ്ദേഹത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ എടുത്തു പറയുന്നത് കാണാൻ കഴിയും. കാര്യങ്ങൾ ചെയ്യാൻ നല്ല ഉത്സാഹമുള്ള വ്യക്തി. അദ്ദേഹം മക്കക്കാരെ മുഴുവൻ നിരീക്ഷിക്കുകയും റസൂലിനെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ, അവരുടെ യാത്രയെപ്പറ്റി, ആ ഹിജ്റയെപ്പറ്റി മക്കക്കാർക്കുള്ള സംശയങ്ങൾ, അവർക്കിടയിൽ ഉണ്ടാകുന്ന ചർച്ചകൾ മനസ്സിലാക്കുകയും മക്കക്കാർ ഉറങ്ങിക്കഴിഞ്ഞ് സൗർ ഗുഹയിലേക്ക് അദ്ദേഹം പോകും, അബ്ദുല്ലാഹിബ്നു അബീബക്കർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അടുത്താണ് അദ്ദേഹം രാത്രി കിടന്നുറങ്ങുന്നത്. അതുപോലെ തന്നെ പിന്നീട് പുലർച്ചെ പ്രഭാത സമയത്ത് സുബഹിക്കൊക്കെ മുമ്പുള്ള സമയം, വെള്ളം കയറുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം എഴുന്നേറ്റ് തിരിച്ചു മക്കയിൽ, ജനങ്ങളൊക്കെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ മക്കയിൽ തന്നെ ഉറങ്ങിയ ഒരാളെപ്പോലെ തന്നെ അദ്ദേഹം മക്കയിൽ പ്രത്യക്ഷപ്പെടും. മക്കക്കാരാർക്കും അറിയാത്ത രൂപത്തിലായിരുന്നു
അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഈ ഒരു സംരക്ഷണത്തിന് ഈ ഒരു ചുമതല ഏറ്റെടുത്തിരുന്നത്. അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മോചിപ്പിച്ച മറ്റൊരു അടിമ ആമിർ ഇബ്നു ഫുഹൈറ എന്ന് പറയുന്ന സ്വഹാബി. അദ്ദേഹത്തെ നമ്മൾ തുടക്കകാലത്ത് എണ്ണിയിട്ടുണ്ട്, ആദ്യകാലത്ത് മുസ്ലിമായ ആളുകൾ എണ്ണിയിട്ടുണ്ട്. ആമിർ ഇബ്നു ഫുഹൈറ റളിയല്ലാഹു അൻഹു എന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മോചിപ്പിച്ച ഒരു അടിമയാണ്. എന്ന് മാത്രമല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് കുറച്ച് ആടുകളെ പരിപാലിക്കാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ നിന്നൊരു ശമ്പളവും ഒക്കെ അദ്ദേഹത്തിന് ലഭിക്കുന്ന രൂപത്തിൽ അബൂബക്കർ സിദ്ദീഖ് തന്നെ കുറച്ച് ആടുകൾ അദ്ദേഹത്തിന് നോക്കാനും ഏൽപ്പിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് രാത്രി സമയത്ത് ഇദ്ദേഹം ആടുകളെയും കൊണ്ടുപോകും. അതുപോലെ തന്നെ പുലർച്ചെയായി കഴിഞ്ഞാൽ അബ്ദുല്ലാഹിബ്നു അബീബക്കർ റളിയല്ലാഹു അൻഹു നടന്നുപോയ കാലടികളെ മായ്ക്കാനായി അദ്ദേഹം നടന്നുപോയ സൗർ ഗുഹയിലേക്കുള്ള പരിസരത്ത് കൂടി ആ ആട്ടിൻപറ്റങ്ങളെ മേച്ചുകൊണ്ട് പോകും. അപ്പോൾ ഒരാളങ്ങോട്ട് ആ ഗുഹയിലേക്ക് പ്രവേശിച്ചോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിൽ അത് മറ്റുള്ള ആളുകൾ പിന്തുടർന്ന് കണ്ടെത്തേണ്ട എന്ന ഉദ്ദേശത്തിൽ അദ്ദേഹം ഈ ജോലി നിർവഹിക്കും. അങ്ങനെ 3 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഗുഹയിൽ താമസിച്ചു.